ഹായ് ഓൾ, മൈസെൽഫ് മാർട്ടിൻ, റിയൽറ്റർ, NR പ്രോപ്പർട്ടീസ്. അങ്കമാലി കൊരട്ടി ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെ, നാഷണൽ ഹൈവേയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ, പ്രകൃതി മനോഹരവും ശാന്തസുന്ദരവുമായ സ്ഥലത്ത് ഏതാനും വില്ലകൾ വിൽപ്പനയ്ക്ക്. നാം ഇന്ന് പരിചയപ്പെടുന്നത് 7.5 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളോട് കൂടിയ മനോഹരമായ ഒരു വില്ലയാണ്. വളരെ വിശാലമായ മുറ്റത്ത് പെബിൾസ് ലേ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഒരു കാർ പോർച്ചും വലിയൊരു സിറ്റ് ഔട്ടും. ഏകദേശം 15 വീടുകൾ വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണിത്. ഏതാനും വീടുകളുടെ പണികൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ലേ ചെയ്തിരിക്കുന്നു. ഇതൊരു ലിവിങ് ഏരിയയാണ്. വളരെ വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ്. സീലിങ്ങുകളെല്ലാം തന്നെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഇരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. വിസിറ്റിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ബെഡ്റൂമും ഡൈനിങ് ഏരിയയോട് ചേർന്ന് മറ്റൊരു ബെഡ്റൂമും. രണ്ടും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു കിച്ചണും താഴത്തെ നിലയിലുണ്ട്. ഇത് 1ാമത്തെ ബെഡ്റൂമാണ്. ലിവിങ് ഏരിയയോട് ചേർന്നുള്ള ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമുകളെല്ലാം തന്നെ ലോങ് കബോർഡുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ബാത്റൂമുകളെല്ലാം തന്നെ ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സെറയാണ് ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. വെൽ വെന്റിലേറ്റഡ് ആയ ഒരു ബെഡ്റൂമാണിത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്, ഡൈനിങ്ങോട് ചേർന്നുള്ളത്. ഈ ബെഡ്റൂമിനും ലോങ് കബോർഡുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് അറ്റാച്ച്ഡായി എല്ലാ ബാത്റൂമുകളും ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ ഫുൾ വാൾ ടൈൽ ലേ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റിയോട് കൂടിയ ബ്രാൻഡഡ് ഫിറ്റിങ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ്ങോട് ചേർന്ന് കിച്ചണും. ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് ബേസിൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സിനോ ഗസ്റ്റിനോ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കിച്ചൺ ഡൈനിങ്ങോട് ചേർന്നിരിക്കുന്നു. വളരെ മനോഹരമായൊരു കിച്ചണാണ്. വളരെ സ്പേഷ്യസും നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നൊരു കിച്ചണാണ്. 2 റോയിലായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. താഴെയും മുകളിലുമായി. അതുപോലെ തന്നെ കിച്ചൻ്റെ ഭിത്തികളെല്ലാം തന്നെ ടൈൽ ലേ ചെയ്തിരിക്കുന്നു. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്താൽ ഒരു വർക്ക് ഏരിയ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കിണറും ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഉണ്ട്.
നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റ് വില്ലകളുടെ പണികളും ഒരേപോലെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വർക്കുകളെല്ലാം കഴിഞ്ഞാൽ ഇത് നല്ലൊരു മനോഹരമായൊരു വില്ല പ്രോജക്റ്റായി മാറുന്നതാണ്. ഡോറുകളും വിൻഡോകളും എല്ലാം തന്നെ വുഡൻ ആണ്. ടീക്വുഡും മഹാഗണിയുമാണ് കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഹാൻഡ് റെയിൽ ഗ്ലാസ്സാണ് സ്റ്റെയർ കേസിന് കൊടുത്തിരിക്കുന്നത്. ഇത് അപ്പർ ലിവിങ് ഏരിയയാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. വേണമെങ്കിൽ ഒരു ബെഡ്റൂമും കൂടി എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. താഴത്തേതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ലോങ് കബോർഡ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ, അതുപോലെ അറ്റാച്ച്ഡുമാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഒരു ഓപ്പൺ സ്പേസ് ആണുള്ളത്. വളരെ വലിപ്പമുള്ളൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇതിൽ വേണമെങ്കിൽ ഒരു ബെഡ്റൂം എക്സ്ട്രാ എടുക്കാവുന്നതാണ്. ഇതില്ലെങ്കിൽ ഈ ഓപ്പൺ സ്പേസ് ഏരിയ മൊത്തം ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്താൽ അത് ലോണ്ടറി ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ്. തൊട്ടടുത്തായാണ് മറ്റു വീടുകളുടെയും നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു വലിപ്പമുള്ള ഒരു ബാൽക്കണിയും ഈ വീടിനുണ്ട്. മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപ. താങ്ക് യു.